നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി മണക്കടവ് മടത്തിൽ താഴത്ത് പ്രദേശം. കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കാനൊരുങ്ങി കോഴിക്കോട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ്. പത്തൊൻപതാമത് ദക്ഷിണ പശ്ചിമ തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് മെയ് 26-നും 27-നും CMI പബ്ലിക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷ പരിപാടികൾ സമാപിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സന്ദേശം പകർന്ന് പ്രശസ്ത ശില്പി ഗുരുകുലം ബാബു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ദുരിതമനുഭവിക്കുകയാണ് മണക്കടവ് മടത്തിൽ താഴത്ത് പ്രദേശം. ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് ഈ സ്ഥിതിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരത്തിനായി പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. മണക്കടവ് അറപ്പുഴ റോഡിൽ മടത്തിൽ താഴത്ത് ഒരു മഴ പെയ്താൽ കാൽനട യാത്രക്കാർ മുതൽ 4 ചക്ര വാഹനങ്ങൾക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ടിലാണ്. പൂർത്തിയാക്കാത്ത ഡ്രെയിനേജാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പെരുമണ്ണ പോലത്തെ പ്രദേശങ്ങളിൽ നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ പന്തീരങ്കാവിലേക്ക് പോകാതെ മണക്കടവ് വഴി അറപ്പുഴ പാലത്തിനടുത്തേക്ക് എത്താൻ കഴിയുന്ന ഈ എളുപ്പവഴി വെള്ളക്കെട്ട് കാരണം ആളുകളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്ക് ദുരിതക്കടലായി മാറും ഈ റോഡിലൂടെയുള്ള യാത്ര. അധികാരികൾ എത്രയും പെട്ടെന്ന് വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുഞ്ഞു കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സകൾ നൽകുന്നതിനും സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ്. ആസ്റ്റർ വളണ്ടിയേഴ്സുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പിൽ നിർധനരായവർക്ക് സൗജന്യ ചികിത്സയും സർജറിയും ചികിത്സാ ആനുകൂല്യങ്ങളും നൽകും. റോട്ടറി ഡിസ്ട്രിക്ട് 3204 റോട്ടറി കാലിക്കറ്റ് ഈസ്റ്റും കൂടി ചേർന്നിട്ട് മിംസ് ഹോസ്പിറ്റലുമായിട്ട് സംയുക്തമായി കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജൂൺ 1 ശനിയാഴ്ച രാവിലെ 9 മുതൽ ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ ആസ്റ്റർ മിംസിലെ പ്രമുഖ പീഡിയാട്രിക് കാർഡിയാക് സർജന്മാരായ ഡോക്ടർ ഗിരീഷ് വാര്യർ, ഡോക്ടർ ശബരിനാഥ് മേനോൻ, പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ രേണു പി കുറുപ്പ്, ഡോക്ടർ രമാദേവി KS, ഡോക്ടർ പ്രിയ PS തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 9847907073 എന്ന നമ്പറിലോ 9400854480 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് റോട്ടറി ക്ലബ്ബ് കോഴിക്കോട് ഈസ്റ്റ് പ്രസിഡന്റ് സുന്ദർ രാജുലു, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ, ഡോക്ടർ ഗിരീഷ് വാര്യർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിപ്പോ നമ്മളിപ്പോ കോഴിക്കോടാണ് ആദ്യത്തെ ക്യാമ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ചെയ്യുന്നുണ്ട്, കണ്ണൂർ ചെയ്യുന്നുണ്ട്, കാസർഗോഡും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം റോട്ടറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഫസ്റ്റ് ക്യാമ്പ് ഈ ജൂൺ 1 റോട്ടറി ചക്കോർത്തുള്ള റോട്ടറിയുടെ യൂത്ത് സെന്ററിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ക്യാമ്പ് ചെയ്യുന്നത്. അത് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് കേസസ് നമ്മൾ പബ്ലിക് മീഡിയയിൽ കൂടിയും ഇത് ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടെന്നുള്ളത് പബ്ലിക്കിനെ അറിയിച്ചിട്ട് വരുന്നവരെ സ്ക്രീൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. ക്ഷേത്രത്തിൽ അരങ്ങേറിയ തിരുനട പാണ്ടിമേളം ആസ്വാദകരുടെ മനം കവർന്നു. നിരവധി ഭക്തർ ചടങ്ങുകൾക്ക് സാക്ഷികളായി.
കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ അനുഷ്ഠാന ക്രിയകളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവലത്ത് പൊടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തിമാരായ വാമനൻ നമ്പൂതിരിയും ശംഭു നമ്പൂതിരിയും സഹ ആചാര്യന്മാരായി. പരിപാടികളോടനുബന്ധിച്ച് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരുടെ നേതൃത്വത്തിൽ 70 അംഗ വാദ്യസംഘം തിരുനട പാണ്ടിമേളം അവതരിപ്പിച്ചു. വിശേഷാൽ പൂജകളും മറ്റ് ചടങ്ങുകളും ഉണ്ടായിരുന്നു. പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തി. നേരത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ക്ഷേത്രത്തിൽ പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശില്പം നിർമ്മിക്കുന്നതിനോടൊപ്പം മാംഗോസ്റ്റിൻ മരം നട്ട് പ്രകൃതി സ്നേഹത്തിന്റെ നല്ല പാഠം പങ്കുവയ്ക്കുകയാണ് ഒരു ശില്പി. ചിത്രകാരൻ കൂടിയായ കോഴിക്കോട് ഗുരുകുലം ബാബുവാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സന്ദേശം പകരുന്നത്. ചിത്രകാരനായ ശില്പി ഗുരുകുലം ബാബുവിന്റെ ശില്പങ്ങളിലും ചിത്രങ്ങളിലും പരിസ്ഥിതി സ്നേഹം പ്രകടമാണ്. ഇതിന് സാക്ഷ്യപ്പെടുത്തലാണ് ശില്പനിർമ്മാണം പൂർത്തിയായാൽ സമീപത്തായി ഒരു മരം നടൽ പദ്ധതി, അതും മാംഗോസ്റ്റിൻ മരം. പയ്യാനക്കലിലെ കല്യാണപുര ഓഡിറ്റോറിയത്തിൽ പദ്ധതിക്ക് തുടക്കമിട്ടു. ത്രിവേണി GM പ്രൊജക്ടിന് സാക്ഷിയാകാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീറും കവി PK ഗോപിയും എത്തി. മികച്ച സന്ദേശം നൽകുന്നതാണ് പദ്ധതിയെന്ന് കവി PK ഗോപി പറഞ്ഞു. ഇവിടെ ഗുരുകുലം ബാബു ചെയ്യുന്നത്, അദ്ദേഹം ഒരു ശില്പം നിർമ്മിക്കുന്നു. ആ ശില്പത്തിനോടൊപ്പം അതിൻ്റെ പരിസരത്ത് ഒരു മരം കൂടെ നടുന്നു. അതിന് വേറൊരു വലിയ ശാന്തിനികേതനൊക്കെ പ്രതിനിധാനം ചെയ്ത ഒരാശയം അതിന് പിൻബലമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു ആശയം കൂടി അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ടാകാം. ഇവിടെ ഈ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, ഈ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ, മെനഞ്ഞു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ, കൊത്തി വെച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെറും ചിത്രങ്ങളല്ല. അത് ഭാരതത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടന്ന വിവാഹങ്ങളുടെ ഏകദേശ രൂപം കൂടുതൽ സ്ഥലങ്ങളിൽ നടപ്പാക്കണമെന്ന് അനീസ് ബഷീർ പറഞ്ഞു. അത് മാംഗോസ്റ്റിൻ, പ്രത്യേകിച്ച് മാംഗോസ്റ്റിൻ തന്നെ. മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വൈകാരികമായി അടുപ്പുള്ളൊരു വൃക്ഷമാണ്. ഞാൻ വീട്ടിൽ 5-6 വേറെ കുഴിച്ചിട്ടിട്ടുണ്ട്, വീട്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാംഗോസ്റ്റിൻ ഇങ്ങനെ ഗുരുകുലം ബാബുവൊക്കെ ഇങ്ങനെ ശില്പത്തോടൊപ്പം കുഴിച്ചിടുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും അത് വരുന്നു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഇന്ന് ഈ കേരളത്തിൽ തന്നെ 1000-ലധികം മാംഗോസ്റ്റിനുകൾ പല ഭാഗത്തും വരുന്നുണ്ട്. ബാലുശ്ശേരി ഈയാട് ഹൈസ്കൂളിൽ നിന്നും ചിത്രകലാ അധ്യാപകനായി വിരമിച്ച ബാബു ആദ്യം നിർമ്മിച്ച ശില്പം ബഷീറിൻ്റെതായിരുന്നു. ബഷീർ ഓർമ്മകൾ എല്ലാ ശില്പങ്ങളിലും വേണമെന്ന ചിന്തയിലാണ് ഈ പദ്ധതി തുടങ്ങിയതെന്ന് ഗുരുകുലം ബാബു പറഞ്ഞു. ശില്പം സമർപ്പണ ചടങ്ങിൽ സനോജ്, സുമേഷ്, ഹർഷ, ബിനീഷ് എന്നിവരെ ആദരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ, മുരളി ബേപ്പൂർ, സലീം തയ്യിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ K. ശ്രീധരനെ കോഴിക്കോട് പൗരാവലി ആദരിച്ചു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉപഹാരം നൽകി. ശാസ്ത്രാന്വേഷണ വീഥികളിലൂടെ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പ്രകാശനം ചെയ്തു. ജനകീയ ശാസ്ത്ര പ്രചാരകൻ പ്രൊഫസർ K. ശ്രീധരനെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പൗരാവലി ആദരിച്ചു.
ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ശാസ്ത്രവേദിയിലെ നിത്യസഞ്ചാരി പരിപാടിയുടെ ഉദ്ഘാടനവും കെ ശ്രീധരൻ രചിച്ച ആത്മകഥാപരമായ ശാസ്ത്രാന്വേഷണ വീഥികളിലൂടെ പുസ്തകത്തിന്റെ പ്രകാശനവും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായി. അതിന്റെ മുദ്രാവാക്യങ്ങളുമായി ആശയങ്ങളുമായി ജനങ്ങളോട് ഈ വെള്ളം കിട്ടാനില്ലാതെ വരുന്നു, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിതാപനം വരുന്നു എന്ന് അന്ന് പറഞ്ഞപ്പോൾ ആർക്കും അത് മനസ്സിലായില്ല. ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ അസ്കർ ചോദിച്ചു, എന്താണ് ആ കരുത്തിന്റെ തോട്ടത്തിലൊക്കെ കുറച്ച് വെള്ളം നീ നനയ്ക്കാറുള്ളത്? അങ്ങനെ വെള്ളം നനച്ചിട്ട് അത് തണുക്കണം. ഇത്രയും വർഷവും വെള്ളമില്ലാതെയാണല്ലോ ആ കരിമ്പ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ വർഷം ഞാൻ വെള്ളം നനയ്ക്കാതെ ആ കരിമ്പ് ഉണങ്ങിപ്പോയാൽ എനിക്ക് നഷ്ടമാണ്, ജനങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു വാക്കിലൂടെ കുറേ പേര് എനിക്കറിയാം. കെ ശ്രീധരന്റെ ജീവിതരേഖ CM മുരളീധരൻ അവതരിപ്പിച്ചു. ഡോക്ടർ ഗോപകുമാർ ചോലയിൽ അതിതാപനവും അതിജീവനവും വിഷയത്തിൽ പ്രഭാഷണം നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം A. പ്രദീപ് കുമാർ, പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി, IPTA ദേശീയ വൈസ് പ്രസിഡന്റ് TV ബാലൻ, സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ DK ബാബു, PP ജോൺ, ശശീന്ദ്രൻ, ഡോക്ടർ KK വിജയൻ, P ജയേന്ദ്രൻ, ഡോക്ടർ അനിൽകുമാർ വർമ്മ, ഡോക്ടർ U ഹേമന്ത് കുമാർ, K ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. TP സുകുമാരൻ സ്വാഗതവും പരിഷത്ത് ജില്ലാ സെക്രട്ടറി VK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 19ാമത് ദക്ഷിണ പശ്ചിമ മേഖല തൊയ്ക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് മെയ് 26-27 തീയതികളിൽ ദേവഗിരി CMI പബ്ലിക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഉത്തരമേഖല IG K സേതുരാമൻ IPS ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ രാജേന്ദ്രൻ ബാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 19ാമത്തെ സൗത്ത് ആൻഡ് വെസ്റ്റ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ആണ്. And we have over 500 participants here. I mean 24th, tomorrow is the weigh, today is the weighing and all, and the event will start നാളെ തൊട്ടിട്ട് event ആണ് 2 ദിവസം. 2 ദിവസത്തിൽ we will be doing the disciplines are ഒരു individual pattern എന്ന് പറയും, individual pattern competition, പിന്നെ ഒരു team pattern competition, പിന്നെ individual sparring competition. ഇതിലിവിടെ മെഡൽ എടുക്കുന്ന കുട്ടികൾ they will be selected in multiple events in the future. That is, we have in the 10th Asian Championship where about 40 countries are participating in Bengaluru Kandirava Indoor Stadium. സ്പാറിംഗ്, ടൂൾസ്, ഗ്രൂപ്പ് ടൂൾസ്, സെൽഫ് ഡിഫൻസ് ടെക്നിക് എന്നീ ഇനങ്ങളിലാണ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾ ഉണ്ടാവുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500ഓളം മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നവർക്ക് ഡിസംബറിൽ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരങ്ങളിലും ഓഗസ്റ്റിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന തൈക്കാണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് ഗെയിംസിലും ലോകകപ്പിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാനാകും. വാർത്താസമ്മേളനത്തിൽ തൈക്കാണ്ടോ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ജനാർദ്ദനൻ, ഗ്രാൻഡ് മാസ്റ്റർ രാജേന്ദ്രൻ ബാലൻ, പ്രസിഡന്റ് ജോസി ചെറിയാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വർഗീസ് മാത്യു വിരമിക്കുന്നു. ദീർഘമായ 4 വർഷത്തെ സേവനത്തിനു ശേഷമാണ് അദ്ദേഹം കോളേജിന്റെ പടികൾ ഇറങ്ങുന്നത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും അധ്യാപകനായി വിരമിച്ച ശേഷമാണ് പ്രൊഫസർ വർഗീസ് മാത്യു സെന്റ് സേവിയേഴ്സ് കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേൽക്കുന്നത്. 4 വർഷക്കാലം ആ പദവിയിലിരുന്ന പ്രൊഫസർ വർഗീസ് മാത്യു കലാലയത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ കാലത്ത് പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും കോളേജ് മുൻപന്തിയിലെത്തി. കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനും അദ്ദേഹത്തിനായി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ, ഗ്രന്ഥകാരൻ, പ്രാസംഗികൻ, അധ്യാപകൻ, അനേകം ശിഷ്യർക്ക് ആദരണീയനായ ഗുരുനാഥൻ എന്നിങ്ങനെ നീളുന്നു അദ്ദേഹത്തിനായുള്ള വിശേഷണങ്ങൾ. ദീർഘകാലത്തെ അധ്യാപന വൃത്തിക്ക് ശേഷം എത്തിച്ചേർന്ന സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ എന്ന പദവിക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ പടിയിറക്കം. അധ്യാപകൻ എന്നതിലുമുപരി അദ്ദേഹം പകർന്നു നൽകിയ സ്നേഹവും വാത്സല്യവും കരുതലും
സെന്റ് സേവിയേഴ്സ് കോളേജിലെ കുട്ടികളിലൂടെയും കോളേജ് സാരഥികളിലൂടെയും എന്നും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമായി സംഗീത കച്ചേരിയും. കോഴിക്കോട് സബര്യ കലാക്ഷേത്രയിലെ കുട്ടികളാണ് സംഗീതാധ്യാപിക രജനി പ്രവീണിന്റെ നേതൃത്വത്തിൽ കീർത്തനങ്ങളുമായി വേദിയിലെത്തിയത്. കോഴിക്കോട് പൊന്നക്കോട്ടുകുന്ന് തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് സമാപനമായി. ശ്രീ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയും കലശാഭിഷേകവുമായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഉത്സവ ദിനങ്ങളിൽ വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട് സബര്യ കലാക്ഷേത്രയുടെ സംഗീത കച്ചേരിയും നടന്നു. സംഗീതാധ്യാപിക രജനി പ്രവീണിന്റെ ശിഷ്യരാണ് വിവിധ കീർത്തനങ്ങൾ ആലപിച്ചത്. അശ്വിൻ കൃഷ്ണ, ശ്രാവണ, ഐശ്വര്യ എം, സജിത സുരേഷ്, മായ ഹരി, സജിത സുജീന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പം രജനി പ്രവീണും കീർത്തനങ്ങളുമായി വേദിയിലെത്തി. പ്രായവ്യത്യാസമില്ലാതെ സംഗീതത്തിൽ തൽപരരായ എല്ലാവരെയും സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ട് രജനി ടീച്ചർ. തൻ്റെ ഔദ്യോഗിക ജോലി തിരക്കുകൾക്കിടയിലും സംഗീതം പഠിക്കാനും സമയം കണ്ടെത്തുന്ന ടീച്ചർ ശിഷ്യർക്കായി നിരവധി വേദികളും കണ്ടെത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുറക്കാട്ടിരി സോപാനം കലാക്ഷേത്രയുടെ 6ാം വാർഷിക ആഘോഷ പരിപാടികൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഗാനമേളയും ഫ്യൂഷനും വയലിൻ കച്ചേരിയും ശ്രദ്ധേയമായി. സോപാനം കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗീതത്തോടെ പരിപാടിക്ക് തുടക്കമായി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോവിന്ദൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഗാനസന്ധ്യ അവതരിപ്പിച്ചു. സോപാനം സാരഥികളായ സന്തോഷും ശ്രീജിതയും ഗാനങ്ങളുമായി വേദിയിലെത്തി. കുട്ടികളുടെ വയലിൻ വാദനവും ഫ്യൂഷൻ മ്യൂസിക്കും ശ്രദ്ധേയമായി. കലാക്ഷേത്രയിലെ സംഗീതാധ്യാപകരായ രജനി പ്രവീണിന്റെയും മുരളി പണിക്കരുടെയും ശിഷ്യരാണ് വേദിയിലെത്തിയത്. ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയും അരങ്ങേറി. ഉദ്ഘാടന ചടങ്ങിൽ സന്തോഷ് സോപാനം, സ്വപ്ന മുരളീധരൻ, അനിൽ ദാസ് മാസ്റ്റർ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചോയ്സ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് കോഡ് എന്ന എൻട്രൻസ് പരിശീലന കേന്ദ്രം കോഴിക്കോട് ഗാന്ധി റോഡിൽ പ്രവർത്തനം തുടങ്ങി. മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറെടുപ്പിക്കാൻ മികച്ച അധ്യാപകരിലൂടെയുള്ള പരിശീലനമാണ് നൽകുന്നതെന്ന് കോഡ് സാരഥികൾ പറഞ്ഞു. എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കും നീറ്റ്, JEE എന്ന് പറയുന്ന എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്.
നീറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും JEE എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് കോച്ചിങ് കൊടുക്കുന്നത്. അപ്പൊ ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള കുട്ടികൾ 1 മുതൽ 10 റാങ്ക് വരെ എത്തുന്നതിൽ വളരെ പിന്നോട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന കേരളത്തിലെ കുട്ടി 53ാമത്തെ റാങ്ക് ആയിരുന്നു. ഓൾ ഇന്ത്യ 53rd റാങ്ക് ആയിരുന്നു. അതാണ് കേരളത്തിന്റെ ഫസ്റ്റ് റാങ്ക്. അപ്പൊ നമ്മൾ പിന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് കാരണങ്ങൾ പലതാണ്. അപ്പൊ അതൊക്കെ അഡ്രസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കോച്ചിങ് കുട്ടികൾക്ക് കൊടുത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം വളരെ പരിമിതപ്പെടുത്തി വിലപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോഡ് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോടിക്കണക്കിന് പണം ചിലവാക്കി ബ്രാൻഡിംഗ് നടത്തുന്നതിനോട് തങ്ങൾക്ക് താല്പര്യമില്ല. ആ തുകയ്ക്കും കൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സഹായം എത്തിക്കാനാണ് കോഡ് ശ്രമിക്കുന്നതെന്നും സാരഥികൾ വ്യക്തമാക്കി. പഠനത്തിൽ മികവ് കാട്ടുന്ന കുട്ടികളെ അഭിനന്ദിക്കാനായി മെയ് 26-ന് കോഡിന്റെ കോഴിക്കോട് ക്യാമ്പസിൽ ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും സാരഥികളായ ഡോക്ടർ അരവിന്ദ് ശേഖർ, കിരൺ സേതുമാധവൻ, സ്മിത നായർ, അപർണ KK, ഷമീം PA തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി മണക്കടവ് മടത്തിൽ താഴത്ത് പ്രദേശം. കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കാനൊരുങ്ങി കോഴിക്കോട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ്. പത്തൊൻപതാമത് ദക്ഷിണ പശ്ചിമ തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് മെയ് 26-നും 27-നും CMI പബ്ലിക് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷ പരിപാടികൾ സമാപിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സന്ദേശം പകർന്ന് പ്രശസ്ത ശില്പി ഗുരുകുലം ബാബു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.